നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധനം കയ്യിലെത്തുന്നതിന് മുമ്പ് അത് കൈകാര്യം ചെയ്യാനുള്ള മനസ്സ് വളർത്തണം. ഈ പറഞ്ഞത് ശരിയാണോ? കാശ് സമ്പാദിക്കുന്നതിനേക്കാളും ആദ്യം പണം ചെലവഴിക്കാൻ പഠിക്കണമെന്ന് കാരണവന്മാർ പറയുന്നത് എത്ര സത്യമാണെന്ന് കയ്യിലെ പണം പൊടിച്ചു കളഞ്ഞതിന് ശേഷം ഒരു അത്യാവശ്യം വരുമ്പോഴാണ് തോന്നുന്നത്, അല്ലേ? എല്ലാവർക്കും പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കാം. പക്ഷേ ധനം ശരിയായ രീതിയിൽ സൂക്ഷിക്കാനും വളർത്താനും ഒരു പ്രത്യേക ശീലവും അതിനോടൊപ്പം ബോധവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പണം, സമ്പത്ത്, ഐശ്വര്യം എന്നിവ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക തടസ്സങ്ങളും മനസ്സമാധാനക്കുറവും അനുഭവപ്പെടാറുണ്ട്. ആത്മീയ വിശ്വാസങ്ങൾ പ്രകാരം ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ഭവനങ്ങളിൽ സമൃദ്ധിയും സന്തോഷവും നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവി സമ്പത്ത്, ഐശ്വര്യം, സൗഭാഗ്യം, സമൃദ്ധി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുറയുന്നു എന്നതിനുള്ള ചില ലക്ഷണങ്ങളെക്കുറിച്ച് ആത്മീയ ആചാരങ്ങളിൽ പറയാറുണ്ട്. അതിലൊന്നാണ് പണം വന്നാലും നിലനിൽക്കാതെ പോവുക. വരുമാനം ഉണ്ടായിട്ടും അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കുകയും പണം കയ്യിൽ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുന്നത് ചിലർ ലക്ഷ്മി കടാക്ഷം കുറയുന്നതിൻ്റെ സൂചനയായി കാണുന്നു. രണ്ടാമത്തേതാണ് വീട്ടിൽ സമാധാനം കുറയുക. കാരണമില്ലാതെ അമിതമായ വഴക്ക്, അസ്വസ്ഥത, പരസ്പര ബഹുമാനം കുറയുക എന്നിവ വീട്ടിലെ നല്ല ഊർജം കുറയ്ക്കുമെന്ന് ആത്മീയ വിശ്വാസമുണ്ട്. മൂന്നാമത്തേതാണ് അലസതയും അശ്രദ്ധയും വർദ്ധിക്കുക. ശ്രമിക്കാനുള്ള മനസ്സ് കുറയുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ശ്രദ്ധ കുറയുകയും ചെയ്യുന്നത് ജീവിതത്തിലെ പുരോഗതിയെ ബാധിക്കാം. ലക്ഷ്മി കടാക്ഷം കുറഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ധനകാര്യങ്ങളിൽ തെറ്റായ തീരുമാനം എടുക്കുക. ചിന്തിക്കാതെ ചെലവഴിക്കുക, പണത്തിൻ്റെ മൂല്യം മനസ്സിലാകാതിരിക്കുക, ഇതെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. അഞ്ചാമത്തേതാണ് വീട്ടിലെ വൃത്തിയും ക്രമവും കുറയുക. ആത്മീയ പാരമ്പര്യത്തിൽ ശുദ്ധിയും ക്രമവും ഐശ്വര്യമായി ബന്ധപ്പെടുത്തി കാണുന്നു. ആറാമത്തേതാണ് നന്ദിയില്ലായ്മയും അസൂയയും വർദ്ധിക്കുക. മനസ്സിലെ നെഗറ്റീവ് വിചാരങ്ങൾക്ക് ഇത് സാധിക്കുമെന്ന് പല ആത്മീയ പഠനങ്ങളും പറയുന്നു. ഏഴാമത്തേതാണ് നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുക. ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, തെറ്റായ സമീപനം എന്നിവ കാരണം ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകും. ഈ 7 കാര്യങ്ങളാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുറഞ്ഞാൽ സംഭവിക്കുന്നത്. ഇനി ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. വീട്ടിൽ പാലിക്കേണ്ട 10 പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ശുചിത്വമാണ്. അഴുക്കും അലങ്കോലവും നിറഞ്ഞ അന്തരീക്ഷം മനസ്സിനെയും ബാധിക്കും. അതുകൊണ്ട് നിത്യവും എഴുന്നേറ്റാലുടൻ വീടിൻ്റെ പ്രധാന ഭാഗങ്ങൾ വൃത്തിയാക്കുക. പ്രത്യേകിച്ച് പ്രധാന വാതിൽ, പൂജാമുറി, അടുക്കള ഇവ ശുദ്ധമായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേതാണ് പ്രഭാത സമയത്ത് വിളക്ക് തെളിയിക്കുന്നത്. നമ്മുടെ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാന ആചാരമാണിത്. ദീപത്തിൻ്റെ പ്രകാശം ഇരുട്ടിനെ അകറ്റുന്നത് പോലെ ജീവിതത്തിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നു. ഭവനത്തിൽ രാവിലെ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക. മൂന്നാമത്തേതാണ് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ആരാധന. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. ഈ ദിവസം പുഷ്പങ്ങൾ സമർപ്പിക്കുക, ദീപം തെളിയിക്കുക, ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക എന്നിവ ഭക്തിയോടെ ചെയ്യണം. ജപിക്കേണ്ട ഒരു ലക്ഷ്മി മന്ത്രമാണ് ഇത്. ഓം ശ്രീം ഹ്രീം
ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. നാലാമത്തേതാണ് അന്നത്തെ ബഹുമാനിക്കുക എന്നത്. അന്നം സമൃദ്ധിയുടെ പ്രതീകമാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കുക. അന്നത്തെ ആരാധിക്കുന്ന മനസ്സ് വളർത്തുക. അഞ്ചാമത്തേതാണ് വാതിലിൽ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഊർജത്തിൻ്റെ പ്രധാന ഭാഗമാണ് പ്രധാന വാതിൽ എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് വാതിൽ വൃത്തിയായി സൂക്ഷിക്കുക. വാതിലിന് നേരെ മാലിന്യം കൂട്ടി വയ്ക്കാതിരിക്കുക. പാദരക്ഷകൾ വാതിലിന് മുന്നിൽ ഇടാതിരിക്കുക. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ സൂക്ഷിക്കുക. ലക്ഷ്മി കടാക്ഷം നിലനിർത്താനായി ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യമാണ് വീട്ടിൽ സമാധാനം നിലനിർത്തുക എന്നത്. സമ്പത്ത് മാത്രമല്ല, വീട്ടിലെ സന്തോഷവും ഐശ്വര്യമാണ്. അമിതമായ കോപം, വഴക്ക്, നെഗറ്റീവ് വാക്കുകൾ എന്നിവ കുറയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സ്നേഹവും പരസ്പര ബഹുമാനം ഉള്ളയിടത്താണ് ലക്ഷ്മി ദേവി നിൽക്കുന്നതത്രേ. ഏഴാമത്തേതാണ് ദാനം ചെയ്യാനുള്ള മനസ്സ്. ആത്മീയതയിൽ ദാനം വലിയ സ്ഥാനമാണ് വഹിക്കുന്നത്. കഴിയുന്ന രീതിയിൽ അന്നദാനം, പരസഹായം, നല്ല പ്രവൃത്തികൾ ഇവ ചെയ്യുന്നത് മനസ്സിന് സംതൃപ്തി നൽകുന്നു. എട്ടാമത്തേതാണ് പൂജാമുറിയുടെ പ്രാധാന്യം. പൂജാമുറി ശുദ്ധവും ശാന്തവും ആയിരിക്കണം. അവിടെ ദീപം, പുഷ്പം, പ്രാർത്ഥന എന്നിവ ഭക്തിയോടെ നടത്തണം. ഒൻപതാമത്തേതാണ് ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ശീലങ്ങൾ ഒഴിവാക്കുക എന്നത്. ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കാൻ നല്ല ചിന്തകളും നല്ല ശീലങ്ങളും ആവശ്യമാണ്. അസൂയ, അഹങ്കാരം, അലസത എന്നിവ കുറയ്ക്കാൻ ശ്രമിക്കുക. പത്താമത്തേതാണ് നന്ദിയുള്ള മനസ്സ് വളർത്തിയെടുക്കുക എന്നത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നന്ദിയുള്ള മനസ്സാണ്. ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ വിലമതിക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുക. പ്രിയരെ, ലക്ഷ്മിയുടെ അനുഗ്രഹം എന്നത് സമ്പത്ത് മാത്രമല്ല, സമാധാനം, ആരോഗ്യം, സന്തോഷം, കുടുംബ ഐക്യം എന്നിവയും യഥാർത്ഥ ഐശ്വര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്തിയോടും നല്ല മനസ്സോടും ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കുമോ ഇല്ലയോ? തീർച്ചയായും ലക്ഷ്മി കടാക്ഷം കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.